ഒരേ സമയം 10-20 പെൺകുട്ടികളെ ഒരുമിച്ച് പ്രേമിക്കുന്ന ഇദ്ദേഹമാണ് പാക് ആർച്ചേവ്. ഇപ്പോഴല്ലാട്ടോ, വർഷങ്ങൾക്ക് മുൻപ്. ബൂസൂക്ക് എന്ന സ്ത്രീയെ കല്യാണം കഴിച്ചു പിന്നീട് അദ്ദേഹം സന്തോഷത്തോടെ കുടുംബമായി ജീവിക്കാൻ ആരംഭിച്ചു. അവർക്ക് 2 സുന്ദരന്മാരായ ആൺകുട്ടികൾ ജനിച്ചു. അവരുടെ ഇളയ മകനാണ് മാസ് കുലിൻ എന്ന നമ്മുടെ കഥാനായകൻ. മാസിന് ഒരു സൂപ്പർ പവർ ഉണ്ട്. വേറൊന്നുമല്ല, അവന്റെ സൗന്ദര്യമാണ്. പെൺകുട്ടികൾ അവനെ കണ്ടാൽ ഭ്രാന്ത് പിടിച്ചതുപോലെ പെരുമാറും. അതേപോലെ അവനെ പുറത്തുനിന്ന് കണ്ടാലൊക്കെ എല്ലാ പെൺകുട്ടികളും അവന്റെ പിന്നാലെ ഓടിവരും. ഇതൊക്കെ കാരണം മാസിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഭയങ്കര പേടിയാണ്. അവന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടമാവുന്നു. സോ ആ കാരണം കൊണ്ട് തന്നെ അവന് പുറത്തു പോകുമ്പോഴൊക്കെ ഹെൽമെറ്റ് ധരിച്ച് മാത്രമേ പോവുകയുള്ളൂ. അല്ലെങ്കിൽ പ്രശ്നമാണ്. മാസ് വീട്ടിൽ നിന്ന് ഓൺലൈനിലാണ് പഠിക്കുന്നത്. അവൻ സ്കൂളിൽ പോകാൻ തയ്യാറല്ല. അതേപോലെ അവന്റെ ഹോബി എന്നത് റെയർ ആയിട്ടുള്ള കാർഡുകൾ കളക്ട് ചെയ്യുക എന്നതാണ്. എന്നിട്ട് ആ കാർഡ്സ് വെച്ച് മാസ് താൻ വളർത്തുന്ന മീനുമായിട്ടാണ് കളിക്കാറുള്ളത്. അപ്പോൾ മീനിന്റെ പേര് ആന്റോ എന്നാണ്. മാസിന് ഏറെ പ്രിയപ്പെട്ട മീനാണ് ആന്റോ. അപ്പോൾ മാസിന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം മാസ് പങ്കുവെക്കുന്നത് ആ മീനുമായിട്ടാണ്. അപ്പോൾ അതൊക്കെ കണ്ട് മാസിന്റെ മാതാപിതാക്കൾക്കും ചേട്ടനും പേടിയാണ്. ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. എന്തെങ്കിലും സൂത്രം ഒപ്പിച്ച് അവനെ സ്കൂളിൽ ചേർത്തേ മതിയാവും. അവര് പല വഴികൾ നോക്കി, പക്ഷെ ഒന്നും വർക്കായിട്ടില്ല. അച്ഛന്റെ കൂടെ ബാസ്കറ്റ് ബോൾ കളിക്കുമ്പോൾ, നീ നന്നായിട്ട് ബാസ്കറ്റ് ബോൾ കളിക്കുന്നുണ്ട്, നല്ലൊരു സ്കൂളിൽ ചേരുകയാണെങ്കിൽ നിനക്ക് ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുമെന്നൊക്കെ അച്ഛൻ മകനോട് പറഞ്ഞപ്പോൾ മാസ് അത് കാര്യമാക്കാതെ അകത്തേക്ക് പോവുകയാണ്. മാസിന്റെ ചേട്ടനാണെങ്കിൽ മാസിനോട് ഒരുപാട് നല്ല നല്ല പെൺകുട്ടികളെ കുറിച്ചൊക്കെ പറഞ്ഞ് അവരെയൊക്കെ ഞാൻ നിനക്ക് സെറ്റാക്കി തരാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ മാസ് അതിനോടൊന്നും താല്പര്യം കാണിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നീ തന്നെ പറ, നിനക്ക് എങ്ങനത്തെ പെൺകുട്ടിയാണ് ഇഷ്ടമെന്ന്. അപ്പോൾ മാസ് പറഞ്ഞത്, എനിക്ക് ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി എന്നെ എന്റെ സൗന്ദര്യത്തിന് ഇഷ്ടപ്പെടാൻ പാടില്ല. എന്നെ ഒട്ടും മൈൻഡ് ചെയ്യാത്ത, എന്റെ പിന്നാലെ വരാത്ത പെൺകുട്ടിയാണ് എനിക്ക് ഇഷ്ടം. അങ്ങനെ മാസിന്റെ ചേട്ടനും മാതാപിതാക്കളും മാസിനെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ്. മാസിന്റെ അച്ഛനും അമ്മയും മുറിയിൽ ഇരിക്കുകയാണ്. ചേട്ടനാണെങ്കിൽ CCTVയിലെ കൂടി മാസ് മുറിയുടെ പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ മാസ് മുറിയുടെ പുറത്ത് വന്നപ്പോൾ അച്ഛനോടും അമ്മയോടും ആ കാര്യം ചേട്ടൻ പറഞ്ഞു. ഇനിയാണ് അഭിനയം. അച്ഛനും അമ്മയും സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ്. അതായത്, സാമ്പത്തികമായിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മുടെ മകന്റെ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയാണ് നമുക്ക് ഒരുപാട് പണം ചിലവാവുന്നത്. അവൻ ഒരു സ്കൂളിൽ പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെയാണ് അവര് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പുറത്തുനിന്ന് മാസ് കേൾക്കുന്നുമുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ അവന് സങ്കടവുമായി. അതായത്, അവരുടെ പ്ലാൻ വർക്കായിട്ടുണ്ട്. അടുത്ത ദിവസം രാവിലെ തന്നെ മാസ് തന്റെ മാതാപിതാക്കളുടെ അടുത്ത് കരഞ്ഞുകൊണ്ട് വന്നു. എന്നിട്ട് അവരോട് പറയാണ്, അച്ഛാ, അമ്മ, ഞാൻ ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കില്ല. ഞാൻ ഇനി മുതൽ സാധാരണ സ്കൂളിൽ പോയിക്കോളാം. അത് കേട്ടപ്പോൾ മാതാപിതാക്കൾക്കും ചേട്ടനും ഒരുപാട് സന്തോഷമായി. എന്നാൽ മാസ് ഒരു കണ്ടീഷൻ വെച്ചു. അതായത്, ഞാൻ മിക്സഡ് സ്കൂളിലേക്ക് പോകത്തില്ല, ബോയ്സ് സ്കൂളിൽ മാത്രമേ ഞാൻ ചേരുകയുള്ളൂ. എന്തായാലും സാരമില്ല, അവൻ സ്കൂളിൽ പോകാൻ സമ്മതിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. അവരുടെ മകൻ മറ്റുള്ള കുട്ടികളുമായി സോഷ്യലൈസ് ചെയ്യുന്നത് കാണാനാണ് മാതാപിതാക്കളുടെ ആഗ്രഹം. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ ചേട്ടനാണ് മാസിനെ സ്കൂളിലേക്ക് കൊണ്ടുവിടാനായിട്ട് പോകുന്നത്. ഹോറിഡ്സൺ എന്ന ഒരു ബോയ്സ് സ്കൂളിലാണ് മാസ് ചേർന്നിട്ടുള്ളത്. സ്കൂളിൽ കൊണ്ടുവിട്ടപ്പോൾ ചേട്ടൻ മാസിനോട് ചോദിക്കാണ്, നീ വെറും ഒരു മണ്ടനാണ്. ആരെങ്കിലും ബോയ്സ് സ്കൂളിൽ ചേരുമോ? ഇവിടെ ചേർന്നാൽ എങ്ങനെ നീ നല്ലൊരു പെൺകുട്ടിയെ പ്രേമിക്കും? ഞാൻ പ്രേമിക്കാനല്ല, പഠിക്കാനാണ് സ്കൂളിൽ പോകുന്നത് എന്ന് മാസ് മറുപടി കൊടുത്തു. എടാ, ഹെൽമെറ്റ് ഊരി വെച്ചിട്ട് പോടാ എന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ മാസ് ഹെൽമെറ്റ് അയക്കാൻ തയ്യാറല്ല. ആ ഹെൽമെറ്റും ധരിച്ചുകൊണ്ട് തന്നെയാണ് മാസ് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും മാസിനെ തന്നെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. ഏതാടാ ഇവന് ഹെൽമെറ്റ് ഒക്കെ ധരിച്ചിട്ട് സ്കൂളിലേക്ക് വന്നത്? ക്ലാസ് റൂമിൽ കയറിയപ്പോഴും എല്ലാവരും മാസിനെ തന്നെ കളിയാക്കി കൊണ്ട് നോക്കുന്നുണ്ട്. ആദ്യമായിട്ടായിരിക്കും ഒരുത്തൻ ഹെൽമെറ്റ് ഒക്കെ ധരിച്ചിട്ട് സ്കൂളിൽ പോകുന്നത്. മാസ് ഇരുന്ന സീറ്റിലേക്ക് 3 പേര് വന്നു. അവരും മാസിന്റെ ക്ലാസ്മേറ്റ്സ് ആണ്. എന്നാൽ അവര് മാസിനെ റാഗ് ചെയ്യാനായിട്ടാണ് വന്നത്. അവര് പല കാര്യങ്ങൾ പറഞ്ഞ് മാസിനെ അപമാനിക്കുന്നുണ്ട്. അതേപോലെ അവനോട് ഹെൽമെറ്റ് അയക്കാനായിട്ടും അവന്മാര് 3 പേരും പറയുന്നുണ്ട്. എന്നാൽ ആ സമയമാണ് ക്ലാസ്സിലേക്ക് ടീച്ചർ കയറി വന്നത്. ടീച്ചറിനെ കണ്ടപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും പേടിച്ച് അവരവരുടെ സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. നീ ആണല്ലേ പുതുതായി ജോയിൻ ചെയ്ത സ്റ്റുഡന്റ്, എന്തേ ഹെൽമെറ്റ് ഒക്കെ ധരിച്ചിട്ട് വന്നത്? നീ ഇവിടെ പഠിക്കാനാണോ വന്നത്, അതോ റേസിംഗിനാണോ വന്നത് എന്നൊക്കെ ടീച്ചർ മാസിനോട് ചോദിച്ചു. അതേപോലെ മാസിനോട് ഹെൽമെറ്റ് അയക്കാനായിട്ടും ടീച്ചർ പറഞ്ഞു. എന്നാൽ മാസ് ഹെൽമെറ്റ് അയക്കാൻ തയ്യാറല്ല. ഞാൻ 3 വരെ എണ്ണും, അതിനുള്ളിലായിട്ട് നീ ആ ഹെൽമെറ്റ് അയച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക് അയക്കും. അങ്ങനെ മാസ് ആ ഹെൽമെറ്റ് അയച്ചു. മാസിന്റെ ലുക്ക് കണ്ട് ടീച്ചർ വരെ ബോധം കെട്ടുപോയി. മാസ് ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങിയോടി. ടീച്ചറിനെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ പ്രിൻസിപ്പാൾ കുട്ടികളോട് ചോദിക്കാണ്,
എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന്. സർ, അത് ആ പുതിയ പയ്യൻ കാരണമാണ്. അവൻ ഹെൽമെറ്റ് അയച്ചപ്പോഴാണ് ടീച്ചറിനെ ബോധം പോയത്. അവൻ ഒടുക്കത്തെ ലുക്കാണ്. എന്നിട്ട് അവൻ എവിടെ എന്ന് പ്രിൻസിപ്പൽ ചോദിച്ചു. അപ്പോൾ മാസ് അവിടുന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ആ സമയം ആരോ മാസിനെ കാല് വെച്ച് താഴെ വീഴ്ത്തി. അപ്പോൾ അത് വേറെ ആരുമല്ല, മാസിനെ നേരത്തെ റാഗ് ചെയ്യാൻ വന്ന ആ 3 പയ്യന്മാരാണ്. അപ്പോൾ ഈ 3 പേര് 3 വർഷമായി ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു. 3 ടാക് എന്നാണ് ഇവന്മാരുടെ 3 പേരുടെയും ഗാങ്ങിന്റെ പേര്. അവന്മാര് 3 പേരും മാസിനെ കെട്ടിയിട്ട് ഒരു കാര്യം പറയുകയാണ്. അതായത്, നിന്നെ ഞങ്ങൾ വെറുതെ വിടുന്ന പ്രശ്നമില്ല, എന്നാൽ നീ ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തന്നാലും നിന്നെ ഞങ്ങൾ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് അവര് ഒരു കാര്യത്തിന് പിന്നിലാണ്. അതായത് BBM ഹൈസ്കൂൾ എന്ന ഗേൾസ് സ്കൂളും ഇവരുടെ സ്കൂളും ഒരുമിച്ച് ഒരു പ്രോം നൈറ്റ് വെക്കാൻ. അതിനുവേണ്ടി ഇവര് 3 പേരും പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും ആ സ്കൂളിലെ ഗേൾസ് അതിന് തയ്യാറാവുന്നില്ല. എന്നാൽ നിന്റെ ലുക്ക് വെച്ച് നീ പോയാൽ ഉറപ്പായിട്ടും ആ ഗേൾസ് അതിന് തയ്യാറാവും. നീ ഞങ്ങൾക്ക് വേണ്ടി BBM ഗേൾസ് സ്കൂളിൽ ചെന്ന് ആ കാര്യം അവതരിപ്പിക്കണം. അപ്പോൾ ഇതാണ് 3 ടാക് ഗാങ്ങിന്റെ ആവശ്യം. അതും പറഞ്ഞ് അവര് പോയി. സോ മാസിനെ കെട്ടയച്ചു കൊടുക്കാനായി വന്ന ഈ പയ്യന്റെ പേര് കീബോ എന്നാണ്. കീബോ മാസിനോട് പറയാണ്, അവന്മാരുടെ ആവശ്യം നടത്തി കൊടുക്കുന്നത് വരെ അവന്മാര് നിന്നെ ശല്യം ചെയ്യും. അപ്പോൾ മാസ് പറയാണ്, അവര് ഈ ചെയ്യുന്നത് റാഗിംഗ് ആണ്. നമ്മുടെ സ്കൂളിന്റെ റൂൾ ബുക്കിൽ റാഗിംഗ് അലൗഡ് അല്ല. ഞാൻ ഇത് പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ബ്രോ പ്ലീസ്, പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാനായിട്ട് പോകരുത് എന്നൊക്കെ കീബോ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ മാസ് പ്രിൻസിപ്പലിന്റെ റൂമിൽ കയറി. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ മാസ് പ്രിൻസിപ്പലിനോട് പറയുകയാണ്. അപ്പോൾ പ്രിൻസിപ്പലിന്റെ മറുപടി മാസിനെ ഞെട്ടിച്ചാളല്ലോ. കാരണം പ്രിൻസിപ്പൽ പറഞ്ഞത് ആ 3 പേര് എന്താണോ പറഞ്ഞത് അത് മോൻ അങ്ങ് ചെയ്തു കൊടുത്തേക്ക് എന്നാണ്. സർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവര് 3 പേരും എന്നെ റാഗ് ചെയ്തു. അത് കംപ്ലൈന്റ് ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ പറയാണ്, നിന്നെ റാഗ് ചെയ്ത 3 പേരിൽ ഒരാള്, അതായത് സീതി എന്ന പയ്യൻ എന്റെ ഒരേ ഒരു മകനാണ്. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്കൂളിലെ പ്രോം നൈറ്റ്. അപ്പോൾ എന്റെ ആവശ്യം എന്റെ മകന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്നതാണ്. അപ്പോൾ അതിന് നീ അവൻ പറയുന്നത് അനുസരിക്കണം. അങ്ങനെ സങ്കടത്തോടെ മാസ് പുറത്തിരിക്കുമ്പോൾ കീബോ മാസിന്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ അവന് ഇതുകൊണ്ടാണ് മാസിനോട് പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക് ചെല്ലേണ്ട എന്ന് പറഞ്ഞത്. അവൻ അറിയാമായിരുന്നു സീതി എന്ന പയ്യന്റെ അച്ഛനാണ് സ്കൂളിലെ പ്രിൻസിപ്പാൾ എന്ന്. എന്തായാലും മാസിന് ഇനി വേറെ വഴിയില്ല. BBM ഗേൾസ് സ്കൂളിൽ പോയേ മതിയാവും. നീ പേടിക്കേണ്ട, നിന്റെ ഒപ്പം ഞാനും വരാമെന്ന് കീബോ പറഞ്ഞു. അടുത്ത ദിവസം അവര് രണ്ടുപേരും BBM ഗേൾസ് സ്കൂളിലേക്ക് പോവുകയാണ്. BBMന്റെ ഫുൾ ഫോം ബ്രെയിൻ ബ്യൂട്ടി മാനർ എന്നാണ്. പയ്യന്മാര് ആ സ്കൂളിലേക്ക് വന്നത് കണ്ട് സ്കൂളിലെ എല്ലാ പെൺകുട്ടികളും അവരെ തെറി വിളിക്കുകയാണ്. പ്ലീസ് ആരും ഒച്ച വെക്കല്, ഞങ്ങൾ പ്രോം നൈറ്റിനെ കുറിച്ച് പറയാൻ വന്നതാണ് എന്നൊക്കെ കീബോ പറയുന്നുണ്ടെങ്കിലും നിന്നോടൊക്കെ ഒരു 1000 തവണ പറഞ്ഞതല്ലേ, ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല എന്ന് ആ പെൺകുട്ടികൾ പറയുകയാണ്. അതേപോലെ ആ പെൺകുട്ടികൾ കളിയാക്കിക്കൊണ്ട് ഹെൽമെറ്റ് ധരിച്ച പയ്യനോട് ഹെൽമെറ്റ് അഴിക്കാനായിട്ടും പറയുന്നുണ്ട്. അങ്ങനെ വേറെ വഴിയില്ലാതെ നമ്മുടെ മാസ് തന്റെ ഹെൽമെറ്റ് അയച്ചു. അപ്പോൾ അവിടെ സംഭവിച്ചത് ഇതാണ്. അത് ടിവിയിലൊക്കെ വലിയ വാർത്തയായി. സുന്ദരനായ ഒരു പയ്യനെ കണ്ട് സ്കൂളിലെ എല്ലാ പെൺകുട്ടികളും ഭ്രാന്ത് പിടിച്ചതുപോലെ പെരുമാറുകയാണ്. അവനെ വിളിച്ച ഒരു ടാഗ് ലൈന് ടു ഹാൻഡ്സം ടു ഹാൻഡിൽ എന്നാണ്. അതായത് അവന്റെ സൗന്ദര്യം കൈകാര്യം ചെയ്യാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ഈ വാർത്ത കാണുന്ന ആ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഈ പെൺകുട്ടിയുടെ പേരാണ് അമാൻഡ. വലിയ ഒരു പണക്കാരുടെ മകളാണ് അമാൻഡ. മാസിന്റെ ഫോട്ടോസ് വാർത്തയിൽ കണ്ടപ്പോൾ പുള്ളിക്കാരിക്കും മാസിനെ ഒരുപാടങ്ങ് ഇഷ്ടമായി. സോ ഇവിടെ മാസിന്റെ വീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികളാണ് മാസിനെ കാണാനായിട്ട് അവിടെ എത്തിയിട്ടുള്ളത്. പോരാത്തതിന് ഒരുപാട് മീഡിയക്കാരും വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മാസിന്റെ മാതാപിതാക്കളും ചേട്ടനും ഇതൊരു ബിസിനസ് ആയിട്ട് കണ്ടു. വീട്ടിലേക്ക് കയറാൻ വേണ്ടി അവര് എൻട്രി ഫീസ് വാങ്ങിക്കുകയാണ്. ഒരുപാട് പേര് അകത്തേക്ക് കയറിയപ്പോൾ മാസിന്റെ അച്ഛന് പിന്നീട് വന്ന പെൺകുട്ടികളോട് എന്നത്തേക്കുള്ള ടിക്കറ്റ് അവസാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടികൾ ഡബിൾ പണം മുടക്കാൻ വരെ തയ്യാറാണ്. വീട്ടിലേക്ക് പോകാൻ ഇരിക്കുന്ന മാസ് അവിടെയുള്ള ഒരു കടയിൽ നിന്ന് ഈ വാർത്തയൊക്കെ കാണുകയാണ്. അപ്പോൾ ആ വാർത്ത കണ്ടപ്പോൾ മാസിന് സങ്കടമായി. കാരണം തന്റെ സ്വന്തം വീട്ടുകാർ തന്നെ വിട്ട് കാശ് ഉണ്ടാക്കുന്നതായിട്ടാണ് മാസിന് തോന്നിയത്. അപ്പോൾ മാസ് അവിടെ നിന്നും സങ്കടത്തോടെ ആ വാർത്ത കാണുമ്പോൾ വാർത്തയിൽ മാസ് ഹെൽമെറ്റ് ധരിച്ച രേഖാചിത്രം കാണിക്കുകയാണ്. അപ്പോൾ അവിടെ വാർത്ത കാണുന്ന പെൺകുട്ടികൾക്ക് മനസ്സിലായി ഇവനാണ് ആ പയ്യനെന്ന്. ശേഷം ആ പെൺകുട്ടികളൊക്കെ മാസിന്റെ പിന്നാലെ ഓടുകയാണ്. എന്നാൽ ഒരുവിധം അവരുടെ അടുത്തു നിന്നൊക്കെ മാസ് രക്ഷപ്പെട്ടു. എന്നിട്ട് ഒരു റൂഫ് ടോപ്പിലേക്കാണ് മാസ് ഒളിച്ചു നിൽക്കാനായി കയറിയത്. മാസിനെ ചേട്ടനും
മാതാപിതാക്കളും വീഡിയോ കോൾ ചെയ്തു. അപ്പോൾ മാസ് സങ്കടത്തോടെ, നിങ്ങൾ എന്നെ വിറ്റ് കാശുണ്ടാക്കുകയാണല്ലേ, ഇനി ഞാൻ ഒരിക്കലും ആ വീട്ടിലേക്ക് തിരിച്ചു വരത്തില്ല എന്ന് പറഞ്ഞ് മാസ് കോൾ കട്ട് ചെയ്തു. എന്നിട്ട് മാസ് ആ റൂഫ് ടോപ്പിൽ നിന്നും താഴേക്ക് ചാടനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ അതേ റൂഫ് ടോപ്പിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. ഡാ ചെറുക്ക, നീ ചാടനായിട്ട് പോവുകയാണോ എന്ന് ആ പെൺകുട്ടി ചോദിച്ചു. ആ പെൺകുട്ടി എന്നാൽ തന്നെ കണ്ടിട്ട് ഭ്രാന്ത് പിടിച്ചതുപോലൊന്നും പെരുമാറാത്തത് കണ്ട് മാസ് അത്ഭുതപ്പെട്ടു. അവളാണെങ്കിൽ അവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നിന്റെ പേരെന്താണ് എന്ന് മാസ് ചോദിച്ചു. എന്നാൽ പുള്ളിക്കാരി മറുപടി കൊടുക്കാതെ പോവുകയാണ്. അപ്പോൾ തന്നെ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി മൈൻഡ് ചെയ്യാതെ പോകുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ആ പെൺകുട്ടിയോട് മാസിന് ഇഷ്ടം തോന്നി. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോ കാണുന്ന ഓൾമോസ്റ്റ് 90% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കായി കൂടുതൽ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാൻ അതെനിക്ക് വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. മാസ് ഇനി വീട്ടിലേക്ക് പോകത്തില്ല എന്ന് തീരുമാനിച്ചല്ലോ. അപ്പോൾ മാസിന്റെ കൂട്ടുകാരനായ കീബോ മാസിനെ തന്നെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. കീബോ താമസിക്കുന്നത് തന്നെ മുത്തശ്ശിയുടെ കൂടെയാണ്. അപ്പോൾ മുത്തശ്ശി തന്നെ കണ്ട് ബോധം കെടേണ്ട എന്ന് ഭയന്ന് മാസ് മാസ്ക് ഒക്കെ ധരിച്ചാണ് വീട്ടിലേക്ക് കയറിയത്. മുത്തശ്ശി, ഇത് എന്റെ കൂട്ടുകാരനാണ്, ഇവൻ കുറച്ചു ദിവസം ഇവിടെ നിൽക്കും. ആഹാ, അതിനെന്താ, മോൻ എന്തിനാണ് മുഖം മറച്ചേക്കുന്നേ, ഇങ്ങ് വാ എന്ന് പറഞ്ഞ് മുത്തശ്ശി മാസിന്റെ മാസ്ക് താഴ്ത്തി. പുള്ളിക്കാരി മാസിനെ ഒരു സാധാരണ പയ്യനായിട്ട് മാത്രമാണ് കണ്ടത്. അപ്പോൾ മാസിന് സന്തോഷമായി. കീബോ മാസിനോട്, നീ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട, നിനക്ക് ഇവിടെ എത്ര ദിവസം വേണമെങ്കിലും താമസിക്കാം, കാരണം ഞാനും എന്റെ മുത്തശ്ശി മാത്രമേ ഈ വീട്ടിലുള്ളൂ. നീ ഇവിടെ ഉണ്ടാവുമ്പോൾ ഞങ്ങൾക്കും ഒരു കൂട്ടാവുമല്ലോ. മാസ് കീബോന്റെ ടേബിളിൽ തന്റെ ഫേവറേറ്റ് കാർഡ്സ് കാണുകയാണ്. അത് വളരെയധികം റെയർ ആയിട്ടുള്ള കാർഡാണ്. അത് അങ്ങനെ എല്ലാവർക്കും കിട്ടത്തില്ല. കീബോ, ഈ കാർഡ് നീ എങ്ങനെയാണ് കളക്ട് ചെയ്തത്? ഞാൻ ഒരുപാട് അന്വേഷിച്ചു ഈ കാർഡ് കിട്ടാൻ വേണ്ടി. അപ്പോൾ കീബോ മാസിന് തന്റെ മുഴുവൻ കാർഡ് കളക്ഷൻസും കാണിച്ചു കൊടുക്കുകയാണ്. അതായത് മാസിനേക്കാൾ വലിയ കാർഡ് കളക്ഷൻ പ്രാന്തനാണ് കീബോ. എന്തായാലും അവര് രണ്ടുപേരും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. അടുത്ത ദിവസം അവര് സംസാരിക്കുമ്പോൾ ഇന്നലെ രാത്രി റൂഫ് ടോപ്പിൽ വെച്ച് കണ്ട പെൺകുട്ടിയെ കുറിച്ച് മാസ് കീബോനോട് പറയുന്നുണ്ട്. അവൾ ആരാ, എന്താ, അവളുടെ പേരെന്താണ് എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാൽ അവൾ ധരിച്ചത് BBM സ്കൂളിലെ യൂണിഫോം ആണ്. BBMലാണ് അവള് പഠിക്കുന്നത്. എന്നാൽ പിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് എന്നൊക്കെ കീബോ പറഞ്ഞു. അപ്പോൾ ഇന്നും അവര് BBM സ്കൂളിലേക്ക് പ്രോമിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് പോകുന്നുണ്ട്. അവരവിടെ പോകുന്നത് അമാൻഡയെ കണ്ട് സംസാരിക്കാനാണ്. അവര് ആ സ്കൂളിലെ സയൻസ് ലാബിലാണ് അമാൻഡയെ കാത്തിരിക്കുന്നത്. അമാൻഡയ്ക്കാണെങ്കിൽ മാസിനെ ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നാൽ പുള്ളിക്കാരി അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് ഒരു തീരുമാനം പറയാനേ പറ്റത്തില്ല. നമ്മുടെ സ്കൂൾ ബോർഡ് മെമ്പേഴ്സുമായിട്ട് സംസാരിച്ച് ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കാമെന്നായിരുന്നു അമാൻഡയുടെ മറുപടി. അവര് രണ്ടുപേരും പോയതിനു ശേഷം അമാൻഡയുടെ മൂക്കിൽ നിന്നൊക്കെ രക്തം വരുന്നത് കാണാം. അതായത് മാസിന്റെ സൗന്ദര്യം സഹിക്കാനാവാതെ സംഭവിച്ചതാണ് ഇത്. അവര് രണ്ടുപേരും ആ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ അവിടുത്തെ പെൺകുട്ടികളൊക്കെ മാസിന്റെ ചുറ്റും വന്നു നിന്ന് ശല്യം ചെയ്യുന്നൊക്കെയുണ്ട്. എന്നാൽ റൂഫ് ടോപ്പിൽ നിന്ന് കണ്ട ആ പെൺകുട്ടി മാത്രം അത് കാര്യമാക്കാതെ നടന്നു പോകുന്നത് കാണാം. ഒരു വിധമാണ് മാസ് അവിടുന്ന് രക്ഷപ്പെട്ടത്. അടുത്ത ദിവസം സ്കൂളിൽ നിന്ന് അവർക്ക് അമാൻഡയുടെ മെസ്സേജ് വന്നു. നിങ്ങളുടെ കൂടെ പ്രോം നൈറ്റിന് നമ്മുടെ സ്കൂൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട്. ആ മെസ്സേജ് 3 ടാഗ് ഗാങ്ങിന് കീബോ കാണിച്ചു കൊടുത്തു. അങ്ങനെ സ്കൂളിലെ എല്ലാ ബോയ്സും അത് ആഘോഷിക്കുകയാണ്. ബോയ്സ് മാത്രമല്ല, പ്രിൻസിപ്പളും ടീച്ചേഴ്സും എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിക്കുന്നുണ്ട്. കീബോന്റെ മുത്തശ്ശിയാണെങ്കിൽ ഒരൊറ്റ സീരിയൽ മാത്രം മുടങ്ങാതെ ദിവസവും കാണാറുണ്ട്. അപ്പോൾ കൂടെ മാസും കീബോയും ആ സീരിയൽ കാണാനായിട്ട് ഇരിക്കാറുണ്ട്. ആദ്യമൊന്നും മാസിന് അതത്ര ഇഷ്ടമൊന്നുമല്ല. എന്നാൽ മുത്തശ്ശിയുടെ കൂടെ അത് ഇരുന്ന് കണ്ട് മാസിനും ആ സീരിയൽ ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു. മുത്തശ്ശി ആ സീരിയൽ കണ്ട് ഇമോഷണൽ ആയിട്ട് കരയുമ്പോൾ നമ്മുടെ മാസും കരയുന്നത് കാണാം. ഒരു ദിവസം വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം പുറത്ത് ഫുട്ബോൾ കളിക്കാനായി കീബോ മാസിനെ വിളിക്കുകയാണ്. എന്നാൽ പുറത്ത് കളിക്കാനായിട്ട് വരാനും മാസിന് പേടിയാണ്. എല്ലാത്തിനും ഇങ്ങനെ പേടിച്ചിരുന്നാൽ കാര്യമില്ല, നീ എന്തായാലും വന്നേ മതിയാവും എന്ന് കീബോ പറഞ്ഞു. അങ്ങനെ മാസ് ഫുട്ബോൾ കളിക്കാനായി ചെന്നപ്പോൾ ആ ടർഫിനെ പുറത്ത് മുഴുവനും പെൺകുട്ടികൾ വന്ന് മാസിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഫുട്ബോളൊക്കെ കളിച്ച് കഴിഞ്ഞതിന് ശേഷം കീബോ മാസിനോട് തനിക്ക് ഒരു പെൺകുട്ടിയോട് ക്രഷ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആരാണ് ആ പെൺകുട്ടി എന്ന് മാസ് ചോദിച്ചു. എന്നാൽ അപ്പോൾ കീബോ പെട്ടെന്ന് എഴുന്നേറ്റ് പോവുകയാണ്. എന്റെ വയറ് തീരെ ശരിയില്ല, എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ മുട്ടുന്നു എന്ന് പറഞ്ഞിട്ട്. ഈ സമയം കുറച്ച് അങ്ങോട്ടായിട്ട് മാസ് ഒരു ഫുഡ് ട്രക്ക് കണ്ടു. അവിടെ വെള്ളം വാങ്ങിക്കാനായിട്ട് മാസ് ചെല്ലുകയാണ്. അപ്പോൾ മാസ് കാണുന്നത് ആ ഫുഡ് ട്രക്ക് നടത്തുന്നത് വേറെ ആരുമല്ല, താൻ അന്ന് രാത്രി റൂഫ് ടോപ്പിൽ വെച്ച് കണ്ട ആ പെൺകുട്ടിയാണ്. പുള്ളിക്കാരിയെ കണ്ടപ്പോൾ മാസിന് ഒരുപാട് സന്തോഷമായി. പുള്ളിക്കാരിയുടെ ഫുഡ് ട്രക്കിൽ നിന്ന് മാസ് വെള്ളം വാങ്ങിച്ചു. പുള്ളിക്കാരിയോട് എന്താണ് നിന്റെ പേര് എന്ന് മാസ് ചോദിച്ചു. അപ്പോൾ ഹേ റേറെ എന്ന് പറഞ്ഞ് കീബോ അവിടെ എത്തുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ പേര് റേറെ എന്നാണ്. പുള്ളിക്കാരി കീബോന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. മാസ് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരിയെ കീബോ പരിചയപ്പെടുത്തി കൊടുത്തു. അതേപോലെ റേറേക്ക് മാസിനും പരിചയപ്പെടുത്തി കൊടുത്തു.
അന്ന് രാത്രി അവര് 3 പേരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്നു. അവര് ഭക്ഷണം കഴിക്കാൻ ചെന്ന സ്ഥലത്ത് നിന്ന് മാസിന് ഒരു കാര്യം മനസ്സിലായി. അതായത് റേറയും കീബോയും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണ് എന്ന്. കീബോ പറയുന്ന പല പൊട്ടച്ചളി തമാശക്ക് വരെ റേറെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ മാസിന് ചില സംശയങ്ങളും തോന്നി. അതായത് കീബോ തനിക്ക് ക്രഷ് ഉണ്ട് എന്ന് പറഞ്ഞ ആ പെൺകുട്ടി റേറെ ആയിരിക്കുമോ എന്ന്. എന്തായാലും അതിനെക്കുറിച്ച് മാസ് കീബോനോട് പിന്നീട് ചോദിക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ആലോചിച്ച് മാസിന് അന്ന് രാത്രി ഉറക്കം കിട്ടുന്നേയില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് മാസിന് തന്റെ ചേട്ടനെ കുറിച്ച് ഓർമ്മ വന്നത്. അങ്ങനെ അടുത്ത ദിവസം ചേട്ടനെ കാണാനായിട്ട് മാസ് ഒരു റെസ്റ്റോറന്റിൽ ചെന്നു. നീ ഏത് പെൺകുട്ടിയെ പറഞ്ഞാലും അവളെ ഞാൻ നിനക്ക് വേണ്ടി സെറ്റാക്കി തരാം എന്ന് ചേട്ടൻ പറയാറുണ്ട്. അപ്പോൾ അത് പറയാനാണ് മാസ് ഇവിടെ ചേട്ടനെ കാണാനായിട്ട് വന്നത്. ചേട്ടാ, എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, പക്ഷെ അവൾക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് അറിയത്തില്ല. അവൾ എന്നെ അങ്ങനെ മൈൻഡ് ഒന്നും ചെയ്യാറില്ല. അങ്ങനെ അതിനുശേഷം ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മാസിന് ടിപ്സ് നൽകുകയാണ്. ചേട്ടൻ പറഞ്ഞു കൊടുക്കുന്ന ടിപ്സ് ഒക്കെ മാസ് തന്നെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ടിപ്സ് മാസിന് ചേട്ടൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതൊക്കെ മാസ് പ്രയോഗിക്കാനായി റേറയുടെ അടുത്ത് പോകുമ്പോഴൊക്കെ കൃത്യം അതൊക്കെ കീബോ പ്രയോഗിക്കും. പുള്ളിക്കാരിക്കാണെങ്കിൽ കീബോന് വലിയ കാര്യവുമാണ്. ഇനി ഇവന്മാര് രണ്ടുപേരും ശരിക്കും ഇഷ്ടത്തിലാണോ എന്ന് വരെ മാസിന് സംശയമായി. ചേട്ടാ, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾ. അവര് രണ്ടുപേരും ഇഷ്ടത്തിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എടാ, അതൊന്നും നീ കാര്യമാക്കേണ്ട. നീ ആഗ്രഹിച്ച പെൺകുട്ടിയെ നിനക്ക് തന്നെ കിട്ടിയിരിക്കും എന്ന് ചേട്ടൻ മാസിനോട് പറഞ്ഞു. പക്ഷെ മാസിന് ഇപ്പോൾ സംശയമായി. അതായത് അവൻ തന്നെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവൻ തനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ശരിക്കും അവൻ അവളെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് തെറ്റല്ലേ എന്നൊക്കെ മാസിന്റെ മനസ്സിലുണ്ട്. പക്ഷെ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ മാസിന് കിട്ടുന്നില്ല. ഇവിടെ ഒരു ദിവസം ബോയ്സ് സ്കൂളിലേക്ക് അമാൻഡ വരികയാണ്. അമാൻഡയെ കണ്ടപ്പോൾ എല്ലാ ബോയ്സിനും സന്തോഷമായി. എന്നാൽ പുള്ളിക്കാരി ഇവിടെ വന്നത് മാസിനെ കാണാൻ വേണ്ടി മാത്രമാണ്. പുള്ളിക്കാരി തന്റെ ബർത്ത്ഡേക്ക് മാസിനെ ക്ഷണിക്കാനാണ് വന്നത്. അതിനായി ഒരു ഇൻവിറ്റേഷൻ ലെറ്ററും അതേപോലെ ഒരു പുത്തൻ ഐഫോണും പുള്ളിക്കാരി മാസിന് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അമാൻഡ പോയതിനു ശേഷം സീതി ആ ഇൻവിറ്റേഷൻ ലെറ്റർ മാസിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു. എന്നിട്ട് അവന് ആ ഇൻവിറ്റേഷൻ ലെറ്റർ സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കുകയാണ്. അതായത് മാസിനെ മാത്രം ക്ഷണിച്ച അമാൻഡയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് സ്കൂളിലെ എല്ലാ ബോയ്സും പോകുന്നുണ്ട്. സോ ഇവിടെ അന്ന് രാത്രി ഇവര് 3 പേരും ഒരു കരോക്കെ സ്റ്റുഡിയോയിലേക്ക് ചെന്നു. അവിടെ നിന്ന് ലിറിക്സ് നോക്കി പാട്ട് പാടണം. അപ്പോൾ കീബോ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ റേറെ കീബോനെ സപ്പോർട്ട് ചെയ്ത് കൂടെ പാടുന്നൊക്കെയുണ്ട്. എന്നാൽ മാസ് പാട്ട് പാടുന്ന സമയം റേറെ അത് അത്ര ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അതേപോലെ റേറെ കൂടുതലും താല്പര്യപ്പെടുന്നത് കീബോന്റെ കൂടെ പാട്ട് പാടാനാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ മാസിന് നല്ല സങ്കടം തോന്നുന്നുണ്ട്. പരിപാടി കഴിഞ്ഞ് ബില്ലടക്കാൻ നേരമായപ്പോൾ കീബോ ഒരു കാര്യം ഓർത്തു. അവൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയി. ഈ പരിപാടിയുടെ ബില്ല് അവൻ അടക്കാം എന്നാണ് ഏറ്റത്. ഗൈസ്, പ്ലീസ് ഒരു 5 മിനിറ്റ് അതിനുള്ളിലായിട്ട് ഞാൻ പേഴ്സ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് കീബോ ചെല്ലുകയാണ്. ഇപ്പോൾ അവിടെ മാസും റേറയും തനിച്ചാണ്. ഈ സമയം രണ്ടും കൽപ്പിച്ച് മാസ് റേറയോട് നിനക്ക് കീബോനെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ പുള്ളിക്കാരിയുടെ മുഖം മാറി. നിനക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ തന്നെ കാര്യമൊന്നുമില്ല, കാരണം അവൻ അമാൻഡയുമായിട്ട് ഇഷ്ടത്തിലാണ് എന്ന് റേറയോട് മാസ് കള്ളം പറയുകയാണ്. എന്നാൽ റേറെ അത് വിശ്വസിക്കാൻ തയ്യാറല്ല. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ അമാൻഡയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നാൽ നിനക്ക് വിശ്വാസമാവും എന്നാണ് മാസ് പറഞ്ഞത്. സോ ഇവിടെ സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെയാണ് മാസ് ചതിക്കുന്നത്. പണവുമായി കീബോ അവിടെ തിരിച്ചെത്തി. എന്നിട്ട് ബില്ലടച്ച് അവരവിടുന്ന് പോയി. ഇവിടെ അമാൻഡക്ക് ഒരു കോള് വന്നു. ആ കോള് വേറെ ആരുടെയുമല്ല, മാസിന്റേതാണ്. മാസ് പുള്ളിക്കാരോട് എന്തോ രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഏറ്റു എന്നും അമാൻഡ മറുപടി കൊടുത്തു. അപ്പോൾ ഇന്ന് അമാൻഡയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് എല്ലാവരും എത്തിയതായി കാണാം. മാസും കീബോയും അവിടെ വന്നപ്പോൾ അവരുടെ അടുത്തേക്ക് അമാൻഡ നടന്നു വന്നു. എന്നിട്ട് പുള്ളിക്കാരി കീബോയെ മാത്രം കൂട്ടി പോകുന്നത് കാണാം. ഇവിടെ റേറെ എത്തിയിട്ടുണ്ട്. അമാൻഡ, നീ എന്തിനാണ് എന്നെ മാത്രം തനിച്ച് വിളിച്ചത് എന്ന് കീബോ ചോദിച്ചു. ഈ സമയം അവിടെ റേറെ വന്നതായി അമാൻഡ കണ്ടു. അപ്പോൾ പുള്ളിക്കാരിയെ കാണിക്കാൻ വേണ്ടി അമാൻഡ കീബോനെ ചുംബിക്കുകയാണ്. ഇത് കണ്ട് സങ്കടത്തോടെ റേറെ അവിടുന്ന് ഇറങ്ങിപ്പോയി. അമാൻഡ കീബോനെ ചുംബിച്ചത് കണ്ടപ്പോൾ 3 ടാഗ് ഗാങ്ങിനും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർക്കും കീബോനോട് ദേഷ്യമായി. സങ്കടത്തോടെ പോകുന്ന റേറയെ സമാധാനിപ്പിക്കാനായി മാസ് പിന്നാലെ ഓടുകയാണ്. പുള്ളിക്കാരി സങ്കടത്തോടെ പൊട്ടിക്കാരന് കീബോനെ കാര്യം പറയുമ്പോൾ ഞാൻ അങ്ങനെയല്ല, എനിക്ക് നിന്നെ ജെനുവിനായിട്ട് ഇഷ്ടമാണ്. അങ്ങനെ മാസ് തന്നെ ഇഷ്ടം പുള്ളിക്കാരിയോട് തുറന്നു പറയുകയാണ്. അപ്പോൾ റേറെ മാസിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നാൽ പിന്നീട് പുള്ളിക്കാരി മാസിനോട് പറയാണ്, നീ എത്രയൊക്കെ എന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാലും എനിക്ക് നിന്നെ ഒരു സുഹൃത്തായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. അതും പറഞ്ഞ് റേറെ അവിടുന്ന് ചെന്നു. ഇവിടെ മാസിനെ അന്വേഷിച്ച് കീബോ നടക്കുകയാണ്. അപ്പോൾ അവിടെ 3 ടാഗ് ഗാങ് വന്ന് കീബോനെ ഇടിച്ച് ചവിട്ടി കൂട്ടുകയാണ്. ഇതൊക്കെ മാസ് അവിടെ എത്തിയപ്പോൾ കണ്ടു. എന്നാൽ അവരൊക്കെ പോയതിനു ശേഷം മാത്രമാണ് മാസ് കീബോന്റെ അടുത്തേക്ക് ഓടിച്ചെന്നത്. എന്നാലും എന്റെ മോനോട് അവരെന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ
സങ്കടത്തോടെ മുത്തശ്ശി പറയുമ്പോൾ നമ്മുടെ മാസിന്റെ മനസ്സിൽ മുഴുവനും കുറ്റബോധമാണ്. അന്ന് രാത്രി മാസ് ഉറങ്ങാൻ കിടന്നപ്പോൾ അവന് ഉറക്ക് കിട്ടുന്നേയില്ല. അവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളിൽ അവന് നല്ല കുറ്റബോധമുണ്ട്. മുത്തശ്ശിയുടെ കൂടെ സീരിയൽ കാണുമ്പോൾ ആ സീരിയലും ഇതേ സംഭവമാണ് കാണിക്കുന്നത്. സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടിന്റെ പെണ്ണിനെ കിട്ടാൻ വേണ്ടി അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ചതിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ താൻ ചെയ്തു കൂട്ടിയത് വലിയ തെറ്റാണ് എന്ന് തന്നെ മാസിന് മനസ്സിലായി. അന്ന് രാത്രി മാസിനോട് കീബ പറയാണ്, എടാ നിനക്ക് വേണ്ടി ഒരു അടിപൊളി സർപ്രൈസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ നീ ആഗ്രഹിച്ച ആ ലെജൻഡറി റെയർ കാർഡ്. ഇത് ഞാൻ എനിക്ക് വേണ്ടിയല്ല കളക്ട് ചെയ്തത്, ഇത് നിനക്കുള്ളതാണ്. അപ്പോൾ മാസിന് നല്ല സങ്കടമായി. കാരണം തന്നെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെയാണ് മാസ് ചതിച്ചത്. അങ്ങനെ മാസ് അത് കീബോനോട് തുറന്നു പറയുകയാണ്. നിനക്ക് തല്ല് കിട്ടാനും അമാൻഡ നിന്നെ ചുംബിച്ച് റെയർ നിന്നോട് പിണങ്ങി പോകാനും എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണ് അമാൻഡയോട് അങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞത്. അങ്ങനെ ചെയ്താൽ അവളുടെ കൂടെ പ്രോം ഡേറ്റിന് ഞാൻ പോകാം എന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ കേട്ട് കീബോക്ക് നല്ല ദേഷ്യവും സങ്കടവും വന്നു. അവൻ മാസിനോട് പൊറുക്കാൻ തയ്യാറല്ല. അവൻ മാസിനെ തെറി വിളിക്കുകയാണ്. മാസിന് നൽകിയ കാർഡ് തിരിച്ചു വാങ്ങിക്കുകയും അതേപോലെ മാസിനെ തന്റെ വീട്ടിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കുകയും ചെയ്തു. ഇന്ന് മുതൽ ഞാനും നീയും ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ല എന്നും കീബോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ മാസിന്റെ ഹൃദയം തകർന്നതുപോലെയായി. അന്ന് രാത്രി നല്ല മഴയുണ്ടായിരുന്നു. മഴയത്ത് നനഞ്ഞ് മാസ് തിരിച്ച് തന്റെ സ്വന്തം വീട്ടിലെത്തി. മാസ് തിരിച്ച് വീട്ടിൽ വന്നത് കണ്ട് മാസിന്റെ മാതാപിതാക്കൾക്കും ചേട്ടനും ഒരുപാട് സന്തോഷമായി. എന്നാൽ മാസ് അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ തന്റെ മുറിയിലേക്ക് പോയി കഥ കടച്ചു. അവൻ വിഷമത്തിലാണ് എന്ന് അവർക്ക് മനസ്സിലായി. അവര് ഭക്ഷണം കഴിക്കാൻ ഒന്നിച്ചിരുന്നപ്പോൾ മാസിനെ ചിരിപ്പിക്കാൻ വേണ്ടി അച്ഛനും ചേട്ടനും കൂടി തമാശയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതൊക്കെ കേട്ടപ്പോൾ മാസ് അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. രാത്രി അമ്മ മാസിന്റെ മുറിയിലേക്ക് വന്നു. എന്നിട്ട് അമ്മ മകനോട് തനിച്ച് സംസാരിക്കുകയാണ്. എന്റെ മോന്റെ മനസ്സ് വിഷമിച്ചാൽ അമ്മക്ക് അത് മനസ്സിലാവും. എന്നിട്ട് അമ്മ മോനോട് ആദ്യം സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അതായത് അവര് മുറിയിൽ നിന്ന് അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മോൻ സ്കൂളിൽ ചേരാൻ വേണ്ടി അവര് കളിച്ച ഒരു നാടകം മാത്രമാണ് എന്ന്. അതിനുശേഷം അമ്മ മോനോട് പറയാണ്, മോന്റെ മനസ്സിനെ അലട്ടുന്ന കാര്യം എന്താണോ അത് മോൻ തന്നെ ഫിക്സ് ചെയ്യണം. കാരണം ജീവിതത്തിൽ പല പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരും. മുറിയിൽ വിഷമിച്ചിരുന്നാല് അതൊന്നും സോൾവ് ആവാനായിട്ട് പോകുന്നില്ല. അത് സോൾവ് ആവണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അങ്ങനെ എല്ലാം സോൾവ് ചെയ്യാനായിട്ട് മാസ് തീരുമാനിച്ചു. അടുത്ത ദിവസം ആദ്യം തന്നെ മാസ് ഓടിച്ചെന്നത് റേറെ കാണാൻ വേണ്ടിയാണ്. പുള്ളിക്കാരോട് എന്തോ രഹസ്യം മാസ് പറയുന്നുണ്ട്. അതിനുശേഷം മാസ് കീബോനെ കാണാനായിട്ട് ചെന്നു. എന്നാൽ കീബോ ആണെങ്കിൽ മാസിനോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പ്ലീസ് ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ്, അതിന് മാപ്പ് ചോദിക്കാനാണ് ഞാൻ വന്നത്. അതേപോലെ നിനക്ക് ശരിക്കും റേറെ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ നീ എന്നിട്ട് അത് ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ മാസ് ചോദിക്കുകയാണ്. അപ്പോൾ കീബോ പറയാണ്, ഞാൻ പറഞ്ഞാൽ അവളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് നഷ്ടപ്പെടും. അവളുടെ ഫ്രണ്ട്ഷിപ്പിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എന്റെ ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞിട്ട് അവൾ എന്നെ റിജക്ട് ചെയ്താൽ അത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെയും ബാധിക്കും. അതെനിക്ക് ഒട്ടും സഹിക്കാനാവത്തില്ല എന്നൊക്കെയാണ് കീബോ പറയുന്നത്. അപ്പോൾ വീഡിയോ കോളിൽ റേറെ ഉള്ളത് മാസ് കാണിച്ചു. അതായത് കീബോ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ റേറെ കേട്ടിട്ടുണ്ട്. അമാൻഡയുമായി നടന്ന എല്ലാ കാര്യങ്ങളും റേറിന്റെ അടുത്ത് ചെന്ന് മാസ് തുറന്നു പറഞ്ഞു. ആൻഡ് ഇവിടെ റേറയും കീബോയും ഇഷ്ടത്തിലാവുകയും ചെയ്തു. ഇന്ന് രാത്രിയാണ് പ്രോം നൈറ്റ് നടക്കുന്നത്. പ്രോമിന് നമ്മുടെ കീബോ വന്നിട്ടുള്ളത് തന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെയല്ല, തന്റെ കാമുകിയായ റേറയുടെ കൂടെയാണ്. അവരെ ഒന്നിച്ചു കണ്ടപ്പോൾ നമ്മുടെ മാസിന് ഒത്തിരി സന്തോഷമായി. എനിക്ക് ഒരു കടം കൂടി ബാക്കിയുണ്ട് എന്ന് പറഞ്ഞിട്ട് മാസ് അമാൻഡയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതായത് അമാൻഡയാണ് മാസിന്റെ പ്രോം ഡേറ്റ്. അങ്ങനെ അവര് ഒന്നിച്ചു നിൽക്കുമ്പോൾ ഇവനെയൊക്കെ കാണാൻ എന്ത് ഭംഗിയാണുള്ളത് എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി പോകുന്നത് നമ്മുടെ മാസിനെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് പുള്ളിക്കാരി പറഞ്ഞത് മാസിനെ കുറിച്ചാണ്. അപ്പോൾ ആ പെൺകുട്ടിയോട് നമ്മുടെ മാസിന് ഇഷ്ടം തോന്നുകയാണ്. അപ്പോൾ ഇവിടെയാണ് ടു ഹാൻഡ്സം ടു ഹാൻഡിൽ എന്ന കഥ അവസാനിക്കുന്നത്.